ന്യൂജൻ ആരാധനാ രീതികളിലൂടെ ക്രൈസ്തവ വിഭാഗത്തിലെ യുവാക്കൾക്കിടയിൽ ശ്രദ്ധേയൻ. സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്. കോയമ്പത്തൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കിങ്സ് ജനറേഷൻ ചർച്ചിലെ പാസ്റ്ററായ ജോൺ ജബരാജ് ആള് ചെറിയ കക്ഷിയൊന്നുമല്ല. ധ്യാന കേന്ദ്രങ്ങളിൽ പ്രഭാഷണവും പാട്ടുമൊക്കെയായി യുവാക്കളെ ഇളക്കി മറിക്കും. പാസ്റ്റർ ജോൺ ജബരാജിൻ്റെ വരങ്ങൾ ഇതുമാത്രമല്ല കേട്ടോ. വചന പ്രഘോഷണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മറവിൽ പെൺകുട്ടികളെ ലൈംഗികമായും ചൂഷണം ചെയ്യും. കഴിഞ്ഞ വർഷം കോയമ്പത്തൂരിൽ 2 പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പാസ്റ്റർ പിടിയിലായത് മൂന്നാറിൽ നിന്നാണ്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ മൂന്നാർ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ വലിയ ഫോളോവേഴ്സ് ഉള്ള പാസ്റ്ററാണ് ജോൺ ജബരാജ്. 2024 മെയ്യിൽ കോയമ്പത്തൂരിലെ വീട്ടിൽ നടന്ന ഒരു പാർട്ടിക്കിടെയാണ് ജബരാജ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചത്. ഇരകളിൽ ഒരാൾ തന്റെ ബന്ധുവിനോട് ഇക്കാര്യം പറഞ്ഞതോടെയാണ് വിവരം പുറത്തു വന്നത്. തുടർന്ന് കോയമ്പത്തൂർ സെൻട്രൽ ഓൾ വിമൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. സംഭവം നടന്ന് 11 മാസങ്ങൾക്ക് ശേഷമാണ് പെൺകുട്ടികളുടെ ബന്ധുക്കൾ പരാതിയുമായി എത്തിയത്. 17ഉം 14ഉം വയസ്സുള്ള 2 പെൺകുട്ടികളാണ് ഇരകൾ. പോലീസ് പോക്സോ കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു. തുടർന്ന് കോയമ്പത്തൂരിലെ സെൻട്രൽ വരുന്ന പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇയാളെ മൂന്നാറിൽ നിന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. നേരത്തെ കോയമ്പത്തൂർ സിറ്റി പോലീസ് പാസ്റ്ററെ പിടികൂടാൻ നിരവധി സംഘങ്ങളെ നിയോഗിച്ചിരുന്നു. രാജ്യം വിടാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചതാണ്. ജബരാജ് അടുത്തിടെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. താനുമായി അകന്ന് വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയ ഭാര്യയാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് ജബരാജ് ന്യായീകരിക്കാൻ ശ്രമിച്ചത്. ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുന്ന വ്യക്തിയാണ് ഇയാൾ. സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള ജബരാജ് പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടും ഡാൻസും ഒക്കെയായിട്ടാണ് ആരാധന നടത്തുന്നത്. കിങ്സ് ജനറേഷൻ ചർച്ച് എന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ അക്കൗണ്ട് അടക്കമുള്ള ജബരാജ് ആരാധനാ ശുശ്രൂഷകളുടെ വീഡിയോകളും പങ്കിടാറുണ്ട്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അടക്കം നിരവധി ഫോളോവേഴ്സാണ് ജബരാജിനുള്ളത്. 2018 മറ്റൊരു ബലാത്സംഗ കേസിൽ പഞ്ചാബിലെ പാസ്റ്റർ ബജീന്ദർ സിംഗിനെ ജീവപര്യന്തം തടവിന് വിധിച്ച് ഏതാനും ദിവസങ്ങൾക്കകമാണ് ജോൺ ജബരാജും പിടിയിലായത്. ന്യൂസ് 18 മൂന്നാർ.